السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وأصحابه ما بعد. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമദാനിൻ്റെ 8ാമത്തെ നോമ്പിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ വളരെ ഉന്നതിയോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഉന്നതിയുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള മനുഷ്യരിൽ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളുടെയും പ്രകൃതങ്ങൾ സമ്മേളിച്ചിട്ടുണ്ട്. അവിടുത്തെ സൃഷ്ടികളായ മലക്കുകൾ, ജിന്നുകൾ, പിശാചുക്കൾ, മനുഷ്യന്മാർ, ഇവരിൽ നിന്നുള്ള എല്ലാ പ്രകൃതങ്ങളും മനുഷ്യരിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഒരേ പ്രകൃതങ്ങളും മനുഷ്യനെ ആ പ്രകൃതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗീയമായ പ്രകൃതം മൃഗത്തെ പോലെയാക്കാൻ ശ്രമിക്കുന്നു. പിശാച് പൈശാചികമായ പ്രകൃതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രണ്ട് പ്രകൃതങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് മലക്കിയായ പ്രകൃതം അഥവാ ആത്മീയ പ്രകൃതം മനുഷ്യനെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ തത്തുല്യമായ പ്രകൃതങ്ങളിൽ നിന്ന് മലക്കിയായ പ്രകൃതത്തെ, ആത്മീയമായ പ്രകൃതത്തെ ശക്തിപ്പെടുത്തുവാനും മറ്റ് രണ്ട് പ്രകൃതങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി സത്താവായ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഈമാൻ, നിസ്കാരം, ഹജ്ജ്, നോമ്പ് തുടങ്ങിയവയും മറ്റുള്ള സൽക്രമങ്ങൾ. ഈ സൽക്രമങ്ങളിൽ നിന്ന് മനുഷ്യനെ അബദ്ധസഞ്ചാരത്തിൽ നിന്ന് സൽപാതാവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോമ്പ് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ആഹാര നിയന്ത്രണം, ആഹാരം മനുഷ്യനെ അബദ്ധസഞ്ചാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഉണ്ട്. മനുഷ്യൻ്റെ ആഹാരത്തിൽ, കഴിക്കുന്ന ആഹാരത്തിലുള്ള മുഖ്യ ഘടകങ്ങളാണ് ഈ ദുഷ്കർമ്മങ്ങളിലേക്കും കുഴപ്പങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. നേരെ മറിച്ച് ആഹാര നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ അതിലൂടെ പല നേട്ടങ്ങളും ഗുണങ്ങളുമാണ് നമുക്കുണ്ടാവുന്നത്. കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ പല രോഗങ്ങൾക്ക് കാരണമായിത്തീരുന്നു, പല കുഴപ്പങ്ങൾക്ക് കാരണമായിത്തീരുന്നു. അതോടൊപ്പം തന്നെ കാരുണ്യമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യരിൽ നിന്ന് ഇല്ലാതാകുന്നു. കരുണയും മനുഷ്യരിൽ ഉണ്ടായിത്തീരേണ്ട ദയയും ഇല്ലാതായിത്തീരുന്നു. കാരുണ്യമില്ലാത്തതിൻ്റെ പേരിൽ, ദയയില്ലാത്തതിൻ്റെ പേരിൽ ലോകത്ത് പല അക്രമങ്ങളും അനീതികളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് വിവരിക്കാൻ സാധിക്കുകയില്ല. പ്രവാചക ചരിത്രത്തിൽ കാണാം, പ്രവാചകർക്കും അനുജന്മാർക്കും രോഗം വളരെ കുറവായിരുന്നു. ഇതിൽ അത്ഭുതം കൂറിയ അനുചരന്മാരെ പ്രവാചകരോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, നിങ്ങൾക്ക് രോഗം വളരെ കുറവാണല്ലോ, അതിൻ്റെ കാരണം എന്താണ്? ആ സമയത്ത് അവിടുന്ന് നൽകിയ മറുപടി, ഞങ്ങളൊരു സമൂഹമാണ്. എങ്ങനെയുള്ള സമൂഹമാണ്? ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിതമായ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ. ആവശ്യമുള്ള സമയത്ത് വിശക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. പ്രവാചകൻ്റെ ഈ ചെറുവാചകം മനുഷ്യൻ്റെ ആഹാരത്തെ സംബന്ധിച്ചുള്ള വലിയൊരു നിർദ്ദേശമാണ് നൽകുന്നത്. ഏതൊരു രോഗങ്ങൾക്കും ആഹാര നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. വയറിന് അസുഖമുള്ളവന് ആഹാരം നിയന്ത്രണം നിർദ്ദേശിക്കപ്പെടുന്നു. വയറ്റിലുള്ളതെല്ലാം പുറത്തു പോവുകയാണ്. അതുകൊണ്ട് കനമുള്ള സാധനം
ഭക്ഷണം ഇട്ടുകൊടുക്കാൻ ആരും നിർദ്ദേശിക്കാറില്ല. പനി വരുമ്പോൾ പനി കാരണമായി ശരീരം മെലിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് കനമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരും നിർദ്ദേശിക്കുന്നില്ല. അവിടെയെല്ലാം ഏത് രോഗങ്ങളുടെ മുന്നിലും ആഹാര നിയന്ത്രണമാണുള്ളത്. ഹാർട്ട് രോഗിക്ക്, ക്യാൻസർ രോഗിക്ക്, ഷുഗർ രോഗിക്ക്, എല്ലാ രോഗങ്ങൾക്കും ആഹാര നിയന്ത്രണമാണുള്ളത്. ഈ സാഹചര്യത്തിൽ മനുഷ്യന്റെ രോഗങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണമായി തീരുന്ന ഈ ആഹാരത്തെ നിയന്ത്രണം ആവശ്യമായതുപോലെ മനുഷ്യന്റെ ആത്മീയ മേഖലകൾക്ക് തളർച്ചയും തകർച്ചയും ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെയും ആഹാരങ്ങളെയും നിയന്ത്രിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് 11 മാസം ഭക്ഷണം കഴിക്കുകയും ഏകദേശം വൈകാരിക കാര്യങ്ങളിൽ താല്പര്യങ്ങളും പ്രകടിപ്പിക്കുകയും ചെയ്ത മനുഷ്യനോട് 1 മാസം ആഹാര നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ഈ കാര്യം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ വിശ്വാസികളെ, നിങ്ങളുടെ മുൻ സമൂഹങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് വ്രതം നിങ്ങൾക്ക് നൽകുന്നത്? നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി, ദോഷമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, ദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നോമ്പ് എന്ന് പറയുന്നത്, വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് മനുഷ്യ പാപമോചനത്തിൻ്റെ മുഖ്യ ഘടകമാണെന്ന് ഈ വിശുദ്ധ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലതരങ്ങളിൽ പല രീതികളിലൂടെ പലതരമുള്ള ആളുകൾ വ്രതമനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ ഫലം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം വ്രതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇസ്ലാമിലെ വ്രതം എന്ന് പറയുന്നത് പ്രഭാത വെള്ള മുതൽ അസ്തമനം വരെയുള്ള സമയങ്ങളിലാണ്. രാവിലെ തുടങ്ങുന്ന വ്രതം അവസാനിക്കുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള വ്രതത്തിനാണ് മേൽ പറയപ്പെട്ട ദോഷബാധയെ സൂക്ഷിക്കുക എന്നുള്ള ഫലമുണ്ടായിത്തീരുന്നു. ഇസ്ലാമിയിലെ വ്രതം എന്ന് പറയുന്നത് നാളത്തെ വ്രതത്തിന് വേണ്ടി ഇന്ന് രാത്രി തന്നെ നിയ്യത്ത്, ഞാൻ വ്രതമനുഷ്ഠിക്കുന്നു എന്നുള്ള നിയ്യത്ത് മനസ്സിലുണ്ടാവുകയും പ്രഭാത വെള്ള പിടിച്ചത് മുതൽ പ്രദോഷം വരെ വൈകുന്നേര സമയം വരെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും ലൈംഗിക ബന്ധങ്ങൾ പാടെ ഉപേക്ഷിക്കുകയും അതിനോട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് വ്രതമായിത്തീരുന്നത്. കൂടാതെ പകലുകളിൽ പ്രഭാത വെള്ള വിരിച്ചത് മുതൽ നല്ല കർമ്മങ്ങളുമായി മുന്നോട്ട് പോവുകയും നിർബന്ധമായിട്ടുള്ള നിസ്കാരം, അതുപോലെ ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇഅ്തികാഫുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരികയും പരിശുദ്ധ ദീൻ മതം നിരോധിച്ചിട്ടുള്ള അസഭ്യം പറയൽ, കളിയാക്കൽ, പരിഹസിക്കൽ, ഏഷ്ണി, പരദൂഷണം തുടങ്ങിയ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ സൽപ്രവർത്തനങ്ങളിൽ നിരതരാകുകയും ചെയ്യുമ്പോഴാണ് ലഅല്ലക്കും തത്തഖൂൻ, ദോഷബാധയെ സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു മനുഷ്യനായി തീരാൻ വേണ്ടിയാണ്. സ്നേഹമുള്ള, സാഹോദര്യമുള്ള, ആരെയും ഉപദ്രവിക്കാത്ത, പാപങ്ങൾ ചെയ്യാത്ത, പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള എല്ലാ വൈകൃതങ്ങളിൽ നിന്നും മാറി നല്ലൊരു മനുഷ്യനായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമുക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അത്തരം ഒരു വ്രതം അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ ചെറുവാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.